ഇന്ന് കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയമല്ല, രാഹുൽ എന്ന യുവാവിനെതിരെയുള്ള വേട്ടയാണ്. വ്യക്തിപരമായി അദ്ദേഹത്തെ ജീവിതത്തിൽ നിന്ന് കീറിക്കളയുന്ന അഴുക്കേറിയ വേട്ട. കേരള സമൂഹം ചിന്തിക്കേണ്ടത് ശ്രീലങ്കയ്ക്ക് ലവ് ചിഹ്നം അയച്ചതും കാമിനിയുമായി ബന്ധത്തിലേർപ്പെട്ടതുമൊക്കെയാണ് കുറ്റമായി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു തെളിവുമില്ലെങ്കിലും മാധ്യമങ്ങൾ ഇവരെ ആഘോഷിക്കുകയാണ്. എതിർചേരിയുടെ രാഷ്ട്രീയ പക്ഷത്തു നിന്ന് അതിനെ വലിയ പാപമാക്കി വിറ്റഴിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമയായ പിണു മീഡിയ എന്നല്ലാതെ എന്തു പറയാൻ? കേരള സമൂഹം ഒരു കാര്യം ആലോചിക്കണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പെണ്ണുപിടിച്ചതിൻ്റെ അത്രയും ഗർഭമുണ്ടാക്കിയതിൻ്റെ അത്രയുമൊന്നും കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല. പെണ്ണുള്ളിടത്ത് പെൺവാണിഭം ഉണ്ടാകുമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മഹാൻ വരെ കേരളത്തിലുണ്ടായിരുന്നു. അത്തരം നേതാക്കൾക്ക് സിന്ദാബാദ് വിളിക്കുന്നവരും അത്തരം നേതാക്കന്മാരെ മഹാന്മാരായി കാണുന്നവരുമൊക്കെയാണ് ചാനൽ റൂമുകളിൽ കോട്ടിട്ടിരുന്ന് കോൺഗ്രസിനും രാഹുലിനുമെതിരെ പുലഭ്യം പറയുന്നത്. ഇപ്പോഴും സ്ത്രീ പീഡനക്കേസിൽ FIR ഇട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ മുകേഷ് എന്നവൻ MLA ആയിരിക്കുമ്പോൾ അവൻ രാജിവെക്കുമോ എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മുഖത്തേക്ക് മൈക്ക് ചൂണ്ടി ചോദിക്കാൻ ധൈര്യമില്ലാത്ത മൊണ്ണകളാണ് കേരളത്തിൻ്റെ മീഡിയ റൂമുകളിൽ ഇരിക്കുന്നതിൽ പലരും. പോക്സേ കേസിലെ ഉൾപ്പെടെ പ്രതികളായവരെ BJPയുടെ പാർലമെൻ്ററി ബോർഡിൽ ഇരുത്തിയാണ് ചിലർ രാഹുലിനെതിരെ കോഴികളുമായി വന്നിരിക്കുന്നത്. കാട്ടുകോഴികൾ എന്നല്ലാതെ എന്തു പറയാൻ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് തന്നെയാണ് ശരി. കോഴി ഫാം നടത്തുന്നവരാണ് രാഹുലിനെതിരെ കോഴിയുമായി വന്നിരിക്കുന്നത്. രാഹുലിനെതിരെ നിയമപരമായി ഒരു തെളിവുകൾ സഹിതം ഒരു പരാതി പോലും കൊടുക്കാൻ ചാനൽ റൂമുകൾ കയറിയിറങ്ങുന്നവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് കൂടിയാണ് കേരള സമൂഹം ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വീടിനടുത്തുള്ള ചായക്കടയിൽ വരെ എത്തി മരമുറി ചാനലുകാർ അവനെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത്! ഒരു ഉളുപ്പമില്ലാതെ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നവൻ ചോദിക്കുകയാണ് രാഹുലിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചായക്കടക്കാരനോട്. മരമുറിക്കാരൻ്റെ ബന്ധത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കാൻ ചെന്ന പോലെയാണ് വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ ചെന്ന് അന്വേഷിക്കുന്നത് കണ്ടാൽ തോന്നുക. നാണമില്ലടാ നിനക്കൊക്കെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞു നടക്കാൻ. ഇതാണ് അവരുടെ ധാർമ്മികത. ഇതൊരു യുവാവിനെതിരായ ആക്രമണം മാത്രമല്ല, ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടിലതന്ത്രമാണ്. അതുകൊണ്ടാണ് ഒരു ആരോപണം പോലും കേൾക്കാത്ത ഷാഫി പറമ്പിലിനെതിരെ പോലും പ്രക്ഷോഭവുമായി കുട്ടി സഖാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് മാധ്യമധർമ്മത്തിനെതിരായ കൊലപാതകം കൂടിയാണ്. ഈ ഇരട്ടത്താപ്പ് ഇനി കേരളം അനുവദിക്കരുത്. ഗോദി മീഡിയയെപ്പോലെ പിണു മീഡിയയും കേരളത്തിൻ്റെ സാംസ്കാരിക തലങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.